ഇന്ന് പുതിയ തലമുറയിൽ നമ്മളൊക്കെ കുട്ടികളെ കുറ്റപ്പെടുത്തുക അല്ലേ? കുട്ടികൾക്കില്ലാത്ത കുറ്റമല്ല. ഞാൻ ഇപ്പം പലരോടും മക്കളെ വിവരം എന്താണെന്ന് ചോദിക്കാറില്ല. എന്തുകൊണ്ട്? കുട്ടികളെ വിവരം ചോദിക്കുമ്പോഴേക്ക് ആൾക്കാർ, ഉസ്താദ് എങ്ങൾക്ക് അറിയില്ല, കുട്ടികളെ കാര്യമൊന്നും പറയണ്ട, ഒന്നും ഇപ്പോഴത്തെ കാലത്തെ മക്കളല്ലേ. അങ്ങനെ ഒരു തലമുറയെ മുഴുവനും, ഇളം തലമുറയെ മുഴുവനും മുതിർന്ന തലമുറ ഒരു ശപിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തൊരു അത്ഭുതമാണ്! ഇതൊരു നല്ല രീതിയാണോ? നമ്മുടെ കുട്ടികളെ മുഴുവനും നമ്മൾ ഒരു ഉസ്താദിനോട് ശിഷ്യന്മാരെ പറ്റി ചോദിച്ചാൽ, ഒരു വല്യപ്പാനോട് പേരക്കുട്ടികളെ പറ്റി ചോദിച്ചാൽ, ഒരു വാപ്പാനോട് മക്കളെ പറ്റി ചോദിച്ചാൽ, ഒരു നേതാവിനോട് പുതിയ തലമുറയിലെ അനുയായികളെ പറ്റി ചോദിച്ചാൽ ആരും ഒരു നല്ല അഭിപ്രായം കൊണ്ടല്ല തുടങ്ങണത്. ഇപ്പത്തെ മക്കളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു തലമുറക്ക് മുഴുവനും നമ്മൾ എന്തിനാണ് ഈ ശാപ പ്രാർത്ഥന കൊടുക്കുന്നത്? കുട്ടികളൊക്കെ അത്ര മോശമായിപ്പോയോ? അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്. പിന്നെ ചില വിഷയങ്ങളിൽ കുട്ടികൾ അങ്ങനെ ആയിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയും കുട്ടി മാത്രമല്ല, ആണ്. ഇപ്പൊ നമ്മളെല്ലാത്തിനും കുട്ടികൾക്കൊരു മൊബൈൽ കിട്ടിയാൽ മതി, അതിന്മേൽ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മൊബൈലിന്മേൽ കളിക്കണതിന് ആക്ഷേപം പറയാത്ത ഏതെങ്കിലും വാപ്പുണ്ടപ്പോൾ? എല്ലാവരും. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, എൻ്റെ ഒക്കെ നാട്ടിൽ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കളി ഉണ്ടായിരുന്നു. ഒന്നേതാണ് കോട്ടി കളിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു? അത് ഉണ്ടായിരുന്ന? ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. പോലീസ് വരുന്ന കേസൊന്നും ഇല്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്ന? ചെറുപ്പത്തിൽ നമ്മൾ കോട്ടി കളിച്ചിരുന്നില്ല? ഉണ്ട്. ആ കോട്ടി കളി ഇപ്പം ഉണ്ടോ? ഇല്ല. മുമ്പ് നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്ന ഒരു സാധനം പമ്പരം കളിക്കുക. അതുണ്ടോ? ഉണ്ടായിരുന്ന? ഉണ്ടായിരുന്നു. ആ പമ്പരം കളി അതിപ്പോൾ ഉണ്ടോ? ഇല്ല. ചെറിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കല്ലിങ്ങനെ പൊറുക്കിയെടുത്തിട്ടൊരു കളി. എന്താണ് ഇതിന് പറയാ? അതന്നെ, ഞാനത് നിങ്ങൾ ഉണ്ടോ നോക്കിയതാ. കൊത്തക്കല്ല് കളി. അതിപ്പോൾ ഉണ്ടോ? ഇല്ല. കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ ഇങ്ങനെ ഒരു കയറെടുത്തിട്ട് ഇങ്ങനെ ചാടിക്കളി, വള്ളിച്ചാട്ടം. അതുണ്ടോ ഇപ്പോൾ? ഇല്ല. നമ്മളെ പരിസരങ്ങളിലൊക്കെ പള്ളിക്കുളം, അമ്പലക്കുളം, അന്ന് പറഞ്ഞിട്ട് പല കുളങ്ങളുണ്ടായിരുന്നു. ആ കുളത്തിലൊക്കെ നമ്മൾ നീന്തി കളിച്ചിരുന്നു അല്ലേ? ഇപ്പം ആ കുളം ഉണ്ടോ? ഇനി കുട്ടികളെന്ത് ചെയ്യും? ഇപ്പൊ കോട്ടി കളിക്കാനില്ല, പമ്പരം കളിക്കാനില്ല, കൊത്തക്കല്ല് കളിക്കാനില്ല, കുളത്തിൽ ചാടാൻ കുളമല്ല. ഇനി കുട്ടികൾ എന്ത് ചെയ്യണം? പിന്നെ കുട്ടികൾ ഓർക്ക് കിട്ടുന്ന കളി കളിക്കാം. ഈ കോട്ടികൾ ഇല്ലാതാക്കിയതാരാ? ഈ കുളം തൂർത്തിട്ട് അവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയതാരാ? ഒക്കെ കുട്ടികളാ. കേസ് മുഴുവൻ കുട്ടികൾ. എന്തിനാണ് ഈ മുതിർന്ന തലമുറ കുട്ടികളെ ഇങ്ങനെ ശപിച്ചു പറയുന്നത്? കുട്ടികളൊക്കെ നല്ല മക്കളാണ്. അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ. നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആക്ഷേപം പറഞ്ഞുകൊണ്ട് കുട്ടികളെ നന്നാക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇസ്ലാം നമ്മുടെ കുട്ടികളെ നാം എന്ത് ചെയ്യണം? നമ്മൾ ചെറുപ്പത്തിലെ അവർക്കൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് മാതൃകയാക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മക്കൾ എപ്പോഴും അല്ലാഹു റബ്ബി. നമ്മുടെ കുട്ടികൾക്കൊരു കുഴപ്പമില്ല. പിന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കുട്ടി ചിലപ്പോൾ വാപ്പാനെ കൊന്നിട്ടുണ്ടാവും. അതങ്ങോട്ട് പർവ്വതീകരിച്ചിട്ട് ഇവിടെ വാപ്പാനെ കൊല്ലുന്ന മക്കളാണ് മുഴുവൻ. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ലക്ഷക്കണക്കിന് കുട്ടികളില്ല ഇവിടെ. ഞാനിപ്പോൾ പത്രത്തിൽ കണ്ടു, 100 വയസ്സായിരിക്കുന്ന അമ്മക്ക് മാസത്തിൽ 2000 രൂപ ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായി കേസ് വിധിച്ചു. പക്ഷേ കോടമ്പ കോടതി വിധിച്ചിരിക്കുന്ന കേസ് അമ്മയുടെ 92ാമത്തെ വയസ്സിലാണ് കേസ് വിധിച്ചത്. മകൻ എന്ത് ചെയ്യണം? അമ്മക്ക് 2000 രൂപ കൊടുക്കണം. കുടുംബ കോടതി വിധിച്ചിട്ട് ഇവനത് കൊടുക്കാതിരിക്കാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. 8 വർഷം ആ കേസ് നടന്നു. ആ ജഡ്ജി പറയുന്നുണ്ട്, 100 വയസ്സായിരിക്കുന്ന ഒരു അമ്മക്ക് 2000 രൂപ വെച്ച് മാസത്തിൽ കൊടുക്കാൻ കോടതി വിധിച്ചിട്ട് അത് കൊടുക്കാതെ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരു കേസിന്റെ വാദം എൻ്റെ ഈ സർവീസ് കാലത്ത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് അയാൾ സങ്കടപ്പെടുന്നുണ്ട്. ജഡ്ജി പത്രത്തിൽ വായിച്ചില്ലേ അത്? അല്ലേ? അത് ഇവിടെ കോടിക്കണക്കിന് മക്കളെ കൂട്ടത്തിൽ ഒരു കുട്ടിൻ്റെ കഥയാണ്. അതിന് കുട്ടികളൊക്കെ അപ്പം അങ്ങനെയാണെന്ന് പറയല. ഇപ്പോൾ ഒരു കാടടയ്ക്ക് വെടിവെക്കുക നമ്മൾ എല്ലാ കുട്ടികളെയും കുറ്റപ്പെടുത്തുക.
എല്ലാ മക്കളെയും ആക്ഷേപിക്കുക. ആ ആക്ഷേപവും കുറ്റവും പറയുന്നതിനേക്കാൾ സുഖം അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മോനെ മോളെ എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം നിർത്തി മക്കൾക്ക് നല്ലത് കാണിച്ചു കൊടുത്താൽ, നല്ലത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മക്കളൊക്കെ നന്നായി തീരും. അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഞാൻ പറഞ്ഞതനുസരിക്കുന്നില്ല, വലിയ സങ്കടത്തിലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും മകനെതിരെ ശാപപ്രാർത്ഥന നടത്തിയിരുന്നോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നഞ്ഞി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൺകുട്ടികളും പെൺമക്കളും ഒക്കെ ആരുടേതാണ്? നമ്മുടെ മക്കളാണ്. മക്കളെ പോറ്റി വളർത്തുമ്പോൾ മാതാപിതാക്കളാവുക എന്ന യോഗ്യത അത് നമുക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. രക്ഷിതാവാവുക എന്ന യോഗ്യതയിലേക്ക് നമ്മൾ വരണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതിർന്ന തലമുറയിലെ ആളുകളെ, ഭാഷ മാറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിന്. വയസ്സന്മാരെന്ന് ഇപ്പൊ പറയാൻ പാടില്ല, എന്താ അത് നെഗറ്റീവ് ഭാഷയാണ് അത് പറയുന്നത്. വൃദ്ധന്മാർ അത് പറയാൻ പാടില്ല. കേരളത്തിലെ വൃദ്ധസദനങ്ങളെ പേരൊക്കെ മാറിയല്ലോ. കേരളത്തിലെ വൃദ്ധസദനങ്ങളെ പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പം എന്തായി? സ്നേഹതീരം എന്നാക്കി. കാരണം വൃദ്ധൻ എന്നോ വയസ്സൻ എന്നോ ഒക്കെ പറയുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവ് പ്രയോഗമാണ്, ആളുകളെ ക്ഷീണിപ്പിക്കണ വാക്ക്. അതേ സമയത്ത് മുതിർന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു റാഹത്തുണ്ട് അല്ലേ? എല്ലാറ്റിലും നന്മയിലേക്ക് മാറ്റം വരുമ്പോൾ മുതിർന്ന തലമുറയിലെ ആളുകൾ ആ മാറ്റത്തെ നമ്മളിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്കൊപ്പം നിൽക്കണം. മാറ്റത്തെ ഉൾക്കൊള്ളാതെ വല്യപ്പയായാലും ഉസ്താദായാലും നേതാവായാലും ആരായാലും മാറ്റത്തെ ഉൾക്കൊള്ളാതെ നമ്മൾ മക്കളെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട്, ഭാര്യയെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കൊരിക്കലും മനസ്സമാധാനത്തോടെ കൂടെ കഴിയാൻ പറ്റില്ല. ചേർന്ന് നിൽക്കുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ, ആ പേരക്കുട്ടികളാണ് രണ്ടുപേര്. ഓക്കു നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കളിപ്പിക്കുന്നു, അവരെ ചിരിപ്പിക്കുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു. എത്രത്തോളം സ്വഹാബാക്കൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നിസ്കരിക്കുന്നു. നിസ്കാരത്തിന് റസൂലുള്ളാഹി സുജൂദിൽ കടന്നു. സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. റസൂലുള്ള സുജൂദ് തന്നെ കുറേ സമയം. സ്വഹാബാക്കൾ വിചാരിച്ചു റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചു പോയോ? മനുഷ്യനിപ്പോൾ അങ്ങനെയല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാതെ, നബി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോയോ? അങ്ങനെ ചില സ്വഹാബാക്കൾ. പണ്ട് കമ്മിറ്റിക്കാരോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു ഉസ്താദ് അവസാനത്തെ സുജൂദിന് പോയി എന്നൊരു കഥ പറയുന്നുണ്ട്. അവസാനത്തെ സുജൂദിന് മൂപ്പര് മെല്ലെ തക്ബീർ ചെല്ലാതെ നീച്ചിട്ടേ ചെറിയൊരു അത്തഹിയാത്ത് ഓതിയിട്ട് വാതിലും തുറന്ന് മൂപ്പര് പോയി. കമ്മിറ്റിക്കാരൊക്കെ സുജൂദിൽ തന്നെ. അപ്പം എന്താന്ന് വെച്ച് നോക്കുമ്പോൾ മൊയ്ലാർ കമ്മിറ്റിക്കാർക്ക് എഴുത്തു കൊടുത്തു ശമ്പളം കൂട്ടാൻ. അപ്പം അവർ മറുപടി കൊടുത്തു ആലോചിക്കട്ടെ, ജനറൽ ബോഡിയിൽ ആലോചിക്കാണ്. ജനറൽ ബോഡി വന്നപ്പോൾ പറഞ്ഞു അടുത്ത കമ്മിറ്റിയിൽ ആലോചിക്കാം. അപ്പോൾ മൊയ്ലാരും തന്നെ എന്ത് ചെയ്തു, ഇവരൊക്കെ അവിടെ സുജൂദ് കിടത്തിയിട്ട് മൂപ്പര് പോയി. അപ്പം മൊയ്ലാർ പിന്നെ നോക്കുമ്പോൾ ഇവർ കുറേ സുജൂദ് കടന്നു പോയെന്ന് അനുഗ്രഹിച്ച് നിങ്ങളെന്ത് പണിയെടുത്തതെന്ന് വെച്ചു. ഞാൻ നിങ്ങളെ എണീപ്പിക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ പോയതാണ്. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ അതിനിപ്പോൾ റിക്കാർഡിൽ ഉണ്ടാക്കണ്ട, അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, റസൂലുള്ള സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ താമസിച്ചു. നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടിയപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല നബിയെ, ഇന്നത്തെ നിസ്കാരത്തിൽ ഒരു സംഗതി ഉണ്ടായല്ലോ, ഇനി അങ്ങോട്ട് നിസ്കാരത്തിലെ സുജൂദ് ഇത്ര കൂടുതൽ നിൽക്കണോ? നിസ്കാരത്തിൽ എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ, നമ്മുടെ കുട്ടികളെ നമുക്ക് കൂടെ നിർത്താൻ എന്താണ് വേണ്ടത് എന്ന് പഠിക്കണം. നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ഒന്നും സംഭവിച്ചതല്ല. പിന്നെയോ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് സുജൂദിലേക്ക് പോയപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, എങ്ങനെയാ മദീനത്തെ പള്ളിയുള്ളത്? മദീനത്തെ പള്ളിയുടെ ഒരു വാതിൽ തുറന്നിട്ട് ഇങ്ങോട്ട് കാല് വെച്ചാൽ റസൂലുള്ളാഹിന്റെ വീട്, അങ്ങോട്ട് കാല് വെച്ചാൽ പള്ളി. അതാണ് റസൂലുള്ളാഹി താമസിക്കുന്ന വീടും പള്ളിയും. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നമ്മൾ കാണുന്നുണ്ടല്ലോ അത്. അപ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നാൽ വീടായി, അങ്ങോട്ട് തുറന്നാൽ പള്ളിയായി.
റസൂലുള്ള നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാത്തിമ ബീവിന്റെ മക്കളിൽ ഒരാൾ, ഹസൻ തങ്ങളോ അല്ലെങ്കിൽ ഹുസൈൻ തങ്ങളോ, ആ രണ്ട് കുട്ടികളിൽ ഒരാള് പള്ളിയിൽ നിന്ന് പുറത്തേക്ക്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയല്ലേ, ഉപ്പാപ്പ സുജൂദിൽ കിടക്കുക. ആ കിടത്തം കണ്ടപ്പോ കുട്ടിക്ക് നല്ല സന്തോഷമായി. ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ പുറത്ത് അവിടെ കയറിയിരുന്നു. ഓനിക്ക് നല്ലൊരു 2 വീലർമ കിട്ടിയാൽ മതി, ഒരു കുതിരപ്പുറത്ത് കയറിയാൽ മതി. അല്ലാഹ്, നമ്മളെ നാട്ടിലേറ്റാണെങ്കിൽ ഓന് പിന്നെ കയറേണ്ടി വരില്ല അല്ലേ? എന്താ മട്ടം? ഞാനിന്നാള് വഴിമധ്യേ ഒരു പള്ളിയിൽ അസർ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ 2.5 സൊഫ് ആൾക്കാരുണ്ട് ആ പള്ളിയിൽ. 1/2 സൊഫ് ബാക്കിൽ കുട്ടികളാണ്, ചെറിയ മക്കൾ. നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സുജൂദക്ക് പോകുമ്പോൾ ഈ കുട്ടിയൊക്കെ ഒരു ചിരി, അങ്ങനെ ഉണ്ടല്ലോ, വലിയ ചിരിയല്ല, ഒരു ചെറിയ ചില്ലറക്കായി ഇരിക്കുക, ഒരു ചിരി. 4 റക്അത്ത് നിസ്കരിച്ചപ്പോഴും കുട്ടികൾ സുജൂദക്ക് പോകുമ്പോൾ ഒന്ന് ചിരിച്ചു. എന്തോ തമാശ കളിച്ചിട്ടുണ്ടാവും കുട്ടികൾ. സുജൂദിൽ തന്നെ ഉള്ളൂ, പിന്നല്ല. എൻ്റെ പുന്നാര മഹാന്മാരെ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇമാമ് ഒരു സലാം വീട്ടിയിട്ടുള്ളൂ, 2ാമത്തത് പൂർത്തിയായിട്ടില്ല. അപ്പോഴേക്കും മുന്നിലെ സ്വപ്ന്ന് ഒരു കാരണവരുണ്ട് എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റിട്ട് ഒരു നോട്ടം നോക്കിയപ്പോൾ തന്നെ തീവണ്ടിൻ്റെ ലൈറ്റ് വരെ മൂപ്പരെ കണ്ണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ കുട്ടികളെ നോക്കിയിട്ട് ഒരൊറ്റ ധ്വനിയാണ്, ഒരൊറ്റ വിളി, എൻ്റെ മക്കളെ എന്നാണ് വിളിച്ചത്. ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ ഏതേക്കാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അതാണ് കൂട്ടിയിട്ടാണ് അയാൾ വിളിച്ചത്. ദേഷ്യം പിടിച്ച് എൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഏതേക്കാരം നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ അപ്പം അത് മൈക്കം പറയണ്ടല്ലോ. അതാ ആദ്യം വിളിച്ചിട്ട് ഇയാളങ്ങ് തുടങ്ങി. 5 മിനിറ്റ് വരും മഴ. മലയാളത്തിൽ ഞാൻ ഇതുവരെ വായിച്ച ഒരു പുസ്തകത്തിലും അയാൾ പറഞ്ഞ വാക്കുകളൊന്നും കണ്ടിട്ടില്ല. എന്ത് ജാതി പറച്ചില്, സുബ്ഹാനല്ലാഹ്. ഞാനപ്പോൾ ഇങ്ങനെ മെഹ്റാബിക്ക് നോക്കി, ഇമാമിൻ്റെ സ്ഥിതി എന്താ? അയാൾ ഞാൻ ഇനി എന്ത് ചെയ്യണം, സുബ്ഹാനല്ലാഹ് പറയണോ അതല്ല തടി സലാമത്താക്കണോ എന്നറിയാതെ. ഇവിടെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു സന്തോഷം ചോദിക്കട്ടെ. ഈ കുട്ടികൾ ചിരിച്ചതാണോ വലിയ തെറ്റ്? ഈ മുതിർന്ന ആളി ഈ രൂപത്തിൽ ചീത്ത പറഞ്ഞ് ആ കുട്ടികളെ തിരുത്തിയതാണോ വലിയ തെറ്റ്? നിങ്ങളിവിടെ ആരെ ഭാഗത്താണ്? ചിരിച്ച കുട്ടികളെ പക്ഷത്താണോ ചീത്ത പറഞ്ഞ മറ്റേ പക്ഷത്താണോ? ഇവിടെയാണ് മുതിർന്ന ആളുകൾ കാര്യങ്ങളിലേക്ക് വരേണ്ടത്. മുതിർന്ന ആളുകൾ, വല്യപ്പയും വാപ്പയും വല്യമ്മയും ഉമ്മയും, മുതിർന്ന ആളുകൾ വിഷയത്തിലേക്ക് ആ കുട്ടികൾ അങ്ങനെ ചിരിച്ചപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ആ കുട്ടികളൊന്ന് അടുത്തിരുത്തി അവരൊന്ന് തലോടി അവരൊന്ന് ആശ്വസിപ്പിച്ച്, മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം, സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന്, നീ മദ്രസയിൽ എത്രയാണ്, നീ സ്കൂളിൽ എത്രയാണ് എന്നൊക്കെ അവരോട് ചോദിച്ച്, നിസ്കാരത്തിനൊക്കെ നിങ്ങൾ വരണട്ടോ, സന്തോഷമൊക്കെ പറഞ്ഞിട്ട്, ഇനി അങ്ങനെ നിസ്കാരത്തിൽ ചിരിക്കരുതേ. നിസ്കാരത്തിൽ മലക്കുകളൊക്കെ ഉള്ളതാണ്, നിസ്കാരത്തിൽ ചിരിക്കരുത്. കുട്ടികൾക്ക് നല്ലൊരു ഉപദേശം കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടികൾ ജീവിതത്തിൽ അത് ആവർത്തിക്കുമോ? അതേ സമയത്ത് ഈ രൂപത്തിൽ പടപടാന്ന് ചീത്ത പറഞ്ഞിട്ട് ആരെ നന്നാക്കാനാണ് ഈ ചീത്ത വാക്കുകൾ? ഏത് കുട്ടിയാണ് അതുകൊണ്ട് നന്നാകാൻ പോണത്? കുട്ടി ചിരിച്ചത് ചെറിയ കുട്ടിയായതുകൊണ്ട് അള്ളാഹ് മാപ്പ് കൊടുക്കും. നമ്മൾ ഇത്ര വലിയ മോശപ്പെട്ട വാക്കുകളെ കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് ചീത്ത പറഞ്ഞാൽ അത് അള്ളാഹു തആല മാപ്പ് തരും. ഇവിടെയാണ് നമ്മളൊരു പെരുമാറ്റ ശാസ്ത്രത്തിൽ, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രം, അതിൽ നമ്മളൊരു ഉയർച്ച കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഞാനൊരു കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നിപ്പോ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ വല്ലാതെ കിട്ടുകയാണ്. വാപ്പയും മക്കളും ഉമ്മയും മക്കളും വീട്ടിലൊക്കെ എന്താന്ന് വെച്ചാൽ വേണ്ടത്ര ഒരു മാനസിക പൊരുത്തമില്ലാത്ത വളർച്ച വരികയാണ്. അതിൻ്റെ ആവശ്യമില്ല. നല്ല സന്തോഷമുള്ള കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സന്തോഷമാണ് അല്ലേ? നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. എവിടെ വെച്ചിട്ട്? സ്വർഗത്തിൽ വെച്ച് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ? വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമാണ്, ഒരു സന്തോഷമാണ്, ഒരു ആനന്ദമാണ്. സ്വർഗത്തിൽ നിന്നാണ് വിവാഹം. ഇനി രണ്ടാമത്
ഈ സ്വർഗീയ ജീവിതം എവിടെയാണ് അവസാനിക്കുന്നത്? അത് സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. നല്ല രൂപത്തിൽ ഇണതുണയായി ജീവിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും സുബ്ഹാനല്ലാഹ് ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നല്ല ഇണജീവിതം നയിച്ച, നല്ല കുടുംബജീവിതം നയിച്ച ദമ്പതികൾക്ക് സ്വർഗത്തിലും ഇണകളാകാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു യാസീൻ. എങ്ങനെയാണ് ആ ഇണജീവിതം? മുതിർന്ന തലമുറയിലെ നാം, കുട്ടികൾക്ക് ബുദ്ധിയില്ല, കുട്ടികൾക്ക് അത്ര ഉയർച്ച എത്തിയിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വീകരിക്കുന്നത് കണ്ട് നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ സുജൂദിൽ കടന്നപ്പോൾ എൻ്റെ മോന് ഹസൻ അവൻ വന്നിട്ട് മുതുകിൽ കയറിയിരുന്നു. ഒരു കുട്ടിയാണ്. ഞാനിങ്ങനെ സുജൂദിൽ കടക്കുമ്പോൾ ആ സുജൂദിൽ ഇങ്ങനെ കടന്ന ഉടനെ ഞാൻ അവൻ കയറിയിരുന്ന ഉടനെ അവനെ വലിച്ച് താഴെ ഇറക്കാൻ വേണ്ടി നിന്നാൽ എൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ള എന്താ ചെയ്തത്? കുറച്ചുകൂടെ റസൂലുള്ള സുജൂദിൽ അടങ്ങി അവിടെ കടന്നു. കുറച്ച് സമയത്ത് റസൂലുള്ളാഹിന്റെ മുതുകിൽ ഇങ്ങനെ കയറിയിരുന്നപ്പോൾ കുട്ടിക്കെന്നെ ഒരു സംശയം, ഉപ്പാപ്പ ഒന്നും പറയുന്നില്ലല്ലോ, ഉപ്പാപ്പാക്ക് എന്ത് പറ്റി? കുട്ടി ഇങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ. ഓ പ്രിയപ്പെട്ടവരെ, കൊച്ചു കുട്ടികളെ നമ്മൾ ശകാരിക്കാനും അടിക്കാനും അവർക്കതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് അവരുമായി പിണങ്ങാനും നിൽക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുക. ആ ഖുതുബ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ മക്കൾ യാ റബ്ബ്, ആ കുട്ടികൾ റസൂലുള്ളാഹിനെ കാണാൻ വല്ലാത്ത ആഗ്രഹത്തിൽ അവിടെ ചെന്നിട്ട് ഖുതുബ ഓതുമ്പോൾ റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഇറങ്ങി കുട്ടിയെ എടുത്തിട്ട് മിമ്പറിൽ ഒപ്പം റസൂലുള്ളാഹിനെ കൂടെ ഇങ്ങനെ നിർത്തി. അന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളും സ്വത്തുമൊക്കെ നമുക്ക് പാഠമാണ്, ഫിത്നക്കൊക്കെ ഫസാദാണെന്ന് അർത്ഥം വെക്കരുത്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്കൊരു പാഠമാണ്. അതാണ് അവിടെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഫസാദാണെന്നുള്ള അർത്ഥത്തിനല്ല. നമുക്കൊരു പാഠമാണ്. എങ്ങനെ ആ കുട്ടികളെ നന്നാക്കിയെടുക്കണം, എങ്ങനെ അവരുമായി ഇടപഴകണം, എങ്ങനെ അവരെ ചേർത്ത് പിടിക്കണം, എങ്ങനെ അവരുമായി ഡീൽ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പുതിയ തലമുറയും മുതിർന്ന തലമുറയും വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റുമുട്ടി പോകേണ്ടവരല്ല, പ്രശ്നമുണ്ടാക്കി പോകേണ്ടവരല്ല.